So good morning. Good morning, sir. രാവിലെ ഫസ്റ്റ് സ്ലോട്ട് ഇല്ലാന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്. ഇന്ന് 8:30 സ്ലോട്ട് ഇല്ലല്ലോ, ഉണ്ടോ? ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ക്ലാസ് ആണ് സാർ. ഓക്കെ, നമുക്ക് ലേറ്റ് ആണല്ലോ. 24. Okay, we'll start. Don't wait for others. Let them join. So I will share the PPT of today's class. Already I have shared it in the classroom. So in the yesterday's class, we have learned the difference between a system and control volume. Then we have seen how to convert the system-based conservation equations into control volume-based equations. We have used Reynolds transport theorem, which relate the system-based equation and the control volume equation. The need for control volume equation is that in fluid mechanics, it's much more easier to use control volume approach compared to control mass. Today we will see the remaining two conservation equations, this conservation of momentum and conservation of energy. So we will take the system-based equation and will then use Reynolds transport theorem to convert it to control volume-based equation. Slide one on നിങ്ങൾക്ക് visible ആയോ? Yes, sir. So now you are seeing a picture which shows the position of the control mass and control volume at two different times. The figure on the left shows the initial position, that means at time t equal to t naught, and the figure on the right shows the position when time t equal to t naught plus delta t. ആ ഫിഗറിൽ ആ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്, അതായത് ഇത് രണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു, സിസ്റ്റമും കാണിച്ചിട്ടുണ്ട്, കൺട്രോൾ വോളിയം കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഈസ് എ ഫിക്സഡ് മാസ് വി കോൾ ആസ് സിസ്റ്റം. Lagrangian approach, what we do is we will follow that fixed mass as it flows through the region. ആ മാസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ആ മാസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ. അത് ഇൻഡിവിജ്വൽ പാർട്ടിക്കൽ മോഷൻ എന്ന രീതിയിൽ പറയാം. നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്കൽ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കൽ എവിടെയൊക്കെ പോകുന്നു അതിന്റെ കൂടെ നമ്മൾ പോകും. So that is Lagrangian concept or system approach. Control വോളിയത്തിൽ എന്താണ്? Control volume we have a fixed space or fixed region and we will observe that region, so the fluid will come into that region and will flow out of the region. ഓരോ തവണയും വരുന്ന ഫ്ലൂയിഡ് ഡിഫറെന്റ് ആണ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഓരോ തവണയും ഓരോ ടൈമിലും ആ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഫ്ലൂയിഡ് ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് കൺട്രോൾ വോളിയം. അപ്പൊ ഈ ഫിഗറിൽ ആ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ മാസിനെ റെപ്രസെന്റ് ചെയ്തത്. അതിന് ചുറ്റിലും ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് കാണാം. ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്, രണ്ട് ഫിഗറിലുണ്ട്. ആ അതിന് സറൗണ്ട് ചെയ്തിട്ടുള്ള ഡോട്ടഡ് ലൈൻ, അത് അതിന്റെ അകത്ത് വരുന്ന റീജിയൻ ആണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി ദ സിറ്റുവേഷൻ ഇസ് ദാറ്റ് ബോത്ത് സിസ്റ്റം ആൻഡ് കൺട്രോൾ വോളിയം ആർ ലൊക്കേറ്റഡ് അറ്റ് ദി സെയിം പ്ലേസ്. രണ്ടും ഒരേ സ്ഥലത്തായിരിക്കുന്നത്. ആൻഡ് ഓൺ ദി ഫിഗർ ഓൺ ദ റൈറ്റ് സൈഡ് യു ഹാവ് കൺട്രോൾ മാസ് മൂവ്. അത് മാസ് മൂവ് ചെയ്യപ്പെടും. സോ കൺട്രോൾ മാസ് ഹാസ് ഷിഫ്റ്റഡ് ബട്ട് ദാറ്റ് കൺട്രോൾ വോളിയം റിമെയിൻസ് അറ്റ് ദ സെയിം പ്ലേസ്. നമ്മൾ സ്റ്റേഷനറി കൺട്രോൾ വോളിയത്തിന്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കൺട്രോൾ വോളിയം അതേ പൊസിഷനിലുണ്ട്, കൺട്രോൾ മാസ് അതിൽ നിന്ന് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഇത് ഈ ഫിഗർ കാണിച്ചെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കാണിക്കേണ്ടതായിരുന്നു. നമ്മൾ ആ റെനോൾഡ്സ് ട്രാൻസ്പോർട്ട് തിയറം അതിന്റെ ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ആണത്. അതിനൊരു ഫൈനൽ എക്സ്പ്രഷൻ ആണ് നിങ്ങളും പഠിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ S3 you have learned that final form of that Reynolds transport theorem, that is sufficient, that was sufficient there. അപ്പൊ അതിന്റെ ഡെറിവേഷൻ ഇന്നും ഇതിന്റെ ഈ CFF പഠിക്കുന്നില്ല നിങ്ങൾ. അപ്പൊ എന്താണ് ആ ഡിഫറൻസ് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ ഫിഗർ ഞാൻ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. Now we will move on to the next slide. ഇത് കഴിഞ്ഞ ദിവസത്തെ അതേ ഇക്വേഷൻ ആണ്
the Reynolds transport theorem, which says the time rate of change of extensive property of the system. That is what you have on the left hand side of that equation. That is equal to the time rate of change of that extensive property within that control volume plus E flux across the control surface. അപ്പോൾ അതിലെ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി റേറ്റ് ഓഫ് ചേഞ്ച്, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കൺട്രോൾ വോളിയത്തിലെ ആ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച്, ആൻഡ് സെക്കൻഡ് ടേം ഓൺ ദ RHS ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻഫ്ലോ ആൻഡ് റേറ്റ് ഓഫ് ഔട്ട്ഫ്ലോ ഫ്രം ദാറ്റ് കൺട്രോൾ വോളിയം. അല്ല കൺട്രോൾ സർഫസ് എന്ന് പറയുന്നതാണ് കൺട്രോൾ വോളിയത്തിന്റെ ബൗണ്ടറി. അപ്പൊ കൺട്രോൾ വോളിയം ക്രോസ് ചെയ്ത് അകത്ത് കിടക്കുന്നത് അതും കൺട്രോൾ സർഫസ് ക്രോസ് ചെയ്ത് ഔട്ട്സൈഡ് പോകുന്നതായിട്ടുള്ള അതിന്റെ നെറ്റ് ഈ ഫ്ലക്സ് ആണ്. ആ പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടിയാണ് അതിന്റെ ഫ്ലക്സ് ആണ്. ഫ്ലക്സ് നിങ്ങൾക്ക് അറിയാം, ഫ്ലക്സ് ആണ് ഈ പറയുന്ന സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം you have seen how to convert the system based mass conservation equation into control volume based mass conservation equation. Now we will formulate control volume based momentum equation. അപ്പോൾ അതിനെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. Now you apply that equation to obtain your control volume based momentum equation. അപ്പോൾ അതിൽ n എന്ന് പറയുന്നത് എന്താണ്? n, see here, n എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി is the property which depends on mass. അപ്പോൾ ഇവിടെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നമ്മൾ മൊമെന്റം ഇക്വേഷൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് it is momentum. n momentum is n is extensive property, that is equal to mass into velocity c. So n equal to mc, that is extensive property. Intensive property എന്ന് പറയുന്നത് eta is momentum by mass, that is c. അപ്പോൾ നമ്മൾ മാസ് കൺസർവേഷൻ എടുത്തപ്പോൾ ഈറ്റ വാല്യൂ 1, ഈറ്റയുടെ എന്ന് പറയുന്നത് 1 ആയിരുന്നു, m by n. അപ്പോൾ മൊമെന്റം ബൈ m into c by m. അതായത് ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് പ്രോപ്പർട്ടി വിച്ച് do not depend on mass. So intensive property is c. So you apply that term in those two, substitute intensity and extensive property in the Reynolds transport theorem. So that we have on the left hand side dn by dt, about dmc by dt of system, that is equal to, on the right hand side we have control volume, integral control volume dou by dou t rho c, eta വരുന്നത് rho c dv plus control surface c rho c dA. So this is what the Reynolds transport theorem applied to mass conservation equation. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് ഇതിലോട്ട് വരാം. എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഡിഫൈൻഡ് ഫോർ ദ സിസ്റ്റം dm d by dt of mc, that you know as equal to the net force. That Newton's law of motion ആണ്. So d by dt of mc is rate of change of momentum is equal to the net force. So you have this. ഇനി ഒരു ഫ്ലൂയിഡ് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു കേസ് ആ ഫിഗർ, ഇതിനാണ് ആ ഫിഗർ കാണിച്ചത് തുടക്കത്തിൽ. എന്താണ്? ഇനീഷ്യലി both system and control volume occupy the same place. So you have at time t equal to t naught the system and control volume at the same place. So you can say whatever force on the system is same as the force applied on the control volume. രണ്ടും ഒരു സ്ഥലത്താണ്. അപ്പോൾ സിസ്റ്റത്തിൽ എന്ത് ഫോഴ്സ് വരുന്നുണ്ടോ അതേ ഫോഴ്സ് ആണ് കൺട്രോൾ വോളിയത്തിലും അപ്ലൈഡ് ആയിട്ടുള്ള ഫോഴ്സ്. So these two are the same. So you can now say this control volume, the force, net force on the control volume is equal to, നമ്മൾ നോർമലി നമ്മൾ ഫോഴ്സസ് ഒരു ഫ്ലൂയിഡ് എലമെന്റ് എടുത്ത് അല്ലെ കൺട്രോൾ വോളിയം എടുക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഫോഴ്സസ് കൺസിഡർ ചെയ്യും. Forces acting on the body and forces acting on the surface. What are the body forces? Body force എന്ന് പറയുന്നത് എന്താണ്? Body force are the force which is experienced throughout the body, that is body force. For example, gravity is a body force. Then the surface force is the force which is acting on at the surface only. For example, pressure force is the surface force. Now ഇതിലെ the force, total force acting on the control volume is equal to the force acting on the body and force acting on the surface. അപ്പൊ ഇതെന്ന് പറയുന്നത് ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി ഇത് നമ്മൾ വേറെ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം നമ്മുടെ അസംഷൻസിൽ നമുക്ക് ഗ്രാവിറ്റി നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് we can assume the body force are action. But normally when we formulate the equation we include gravity force in the equation.
Then surface force എന്ന് പറയുന്നത് എന്താണ്? Pressure force. So these two are the forces acting on the control volume. So now you can substitute this into the momentum equation. What you are getting is they are getting sigma F on control volume is F body plus F surface equal to right hand side of the equation continuation ആണ് same ആണ് മാറ്റമല്ല. So F body plus F surface is equal to right hand side remains the same. So this, see the statement, you read the statement. The control volume based equation statement ആയിട്ട് നമുക്ക് പറയാം. എന്താണ് this equation state that sum of all the forces mean body forces and surface forces acting on non-accelerating. What we are considering is a non-accelerating control volume. Non-accelerating control volume is equal to sum of the rate of change of momentum inside the control volume, that is the first term on the right hand side, plus the net rate of efflux of the momentum coming out of the control surface. So this is what the final statement that you can give based on control volume. In the equation, let us substitute for body force and surface force. Body force and surface force substitute here. Body force also, see F body is integral over the control volume B dm. Control volume body force is acting throughout the body. So we have taken the not surface integral, volume integral, control volume B, where B is body force per unit mass. We assume that B is the total body force per unit mass of the body. So we can say the total body force F body equal to integral B dm. Dm is elemental element the mass. So B dm, which again we can write as this dm is, you can say that is equal to density into change in volume dV. So we have this body force as equal to integral volume integral B rho dV, where B is body force per unit mass. If we consider gravity as the only body force acting on, where magnetic force magnetic force include magnetic force body force. But for the time being, we are assuming that the only body force acting on the fluid is gravity force. But gravity force body force, what is the B value there? B body force per unit mass. Gravity force is mg. So B we can say G. Body force per unit mass is G. That is what written here. Now let us write the surface force. Surface force fluid the external force is the pressure force. So the surface force we can write as integral. See here, area integral, volume integral. The surface force are acting on the area. So this area integral of minus P into dA. Why this minus sign is taken? Negative sign anyone? Pressure force into dA. Pressure into area pressure force. But I have put a negative sign. Why that negative sign there? What is it? You can read and tell me. Hello? Opposite direction answer. In the opposite direction. Pressure acting if you take any surface, the pressure will be acting always normal onto the surface. It will be acting like this, and the area will be area outward direction. So these two directions are opposite. That's why this negative sign comes here. So F surface. So the surface force acting is now area integral minus P dA. So you can now substitute in your equation to get these two in your momentum equation to write the total force acting on the control volume. Now see, normally momentum equation is a vector equation. This is a vector equation. So you can resolve it into three scalar components.
അതാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന 3 equation because we can resolve into x, y, z momentum. So those 3 components are scalar. So sigma f cv x. So this is the control volume acting in x direction, acting in the total force. That will be the total body force acting in the x direction. Total body force acting in the surface force acting in the x direction. Rho by dot t integral cv rho into c ക്ക് വരെ cx എടുത്തു. Component of velocity in the നമ്മുടെ മൊമെന്റം എന്ന് പറയുന്നത് എക്സ് മൊമെന്റം എന്ന് പറയുന്നത് m into cx ആയിരിക്കും. നമ്മൾ ഇത് എക്സ് മൊമെന്റം ഇക്വേഷൻ ആണ്. ഇത് എക്സ് മൊമെന്റം ഇക്വേഷൻ. This is y momentum equation and this is z momentum equation. X, Y, Z momentum equation. അപ്പോൾ അതിലെ momentum m cx രണ്ടാമത്തെ ഇക്വേഷൻ m into cy, മൂന്നാമത്തെ ഇക്വേഷൻ m into zz. If cx, cy, cz are the components of velocity in x, y, z directions. അപ്പോൾ ഇവിടെ നോക്കുക m rho cx dv ഇവിടെ നോക്കുക സെക്കൻഡ് പ്ലസ് ഇന്റഗ്രൽ cx rho into ഈ ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി ആണ്. അത് ഒരിക്കലും മാറത്തില്ല ഇക്വേഷനിൽ. അത് ഇവിടെ മൊമെന്റ് നമ്മൾ ഈറ്റയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് തീറ്റ. ഇന്റൻസിറ്റി പ്രോപ്പർട്ടി എവിടെയാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മറ്റൊരു ടേംസ് ഒന്നും മാറുന്നത്. ഈറ്റ റോ സി എക്സ് ഡി വി പ്ലസ് സർഫസ് ഇന്റഗ്രൽ സി എക്സ് റോ സി ഡി എ. So this is the x momentum equation. Similarly, you can write your y momentum equation. Sigma f cy എന്ന് പറയുന്നത് is the total force acting on the control volume in y direction, that is body force acting in y direction, surface force acting in the y direction. Then what about the momentum intensity property cy can also it is taken as cy eta value. Then the third equation, the total force acting on the control volume in the z direction is body force acting in the z direction, surface force acting in the z direction, and intensity property zz also it is zz. ഇവിടെ പറയേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ എടുക്കുന്നത് if we are considering that the only body force acting on the body is gravity force, then ഇത് രണ്ടും സീറോ ആയിരിക്കും. കാരണം ഗ്രാവിറ്റി ഫോഴ്സ് നമ്മൾ z ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് if z is the downward direction, ബോഡി ഫോഴ്സിന്റെ z ഡയറക്ഷൻ കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ആവത്തുള്ളൂ, മറ്റു രണ്ട് കമ്പോണന്റ് സീറോ ആയിരിക്കും. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. If we consider that gravity as the only body force acting on the control volume. Okay, so that is the that was about the control volume based momentum equation in integral form. Now let us see how a differential equation is obtained for stating the conservation of momentum. Integral equation ആണ് നമ്മൾ RTT വെച്ചിട്ട് ഫോം ചെയ്തത്. Let us see how a differential form of that equation can be obtained. So to obtain the differential equation of momentum, let us consider a differential control volume. ഒരു ചെറിയ length. So let us say this length is ds, and this control volume is formed by ഈ lines എല്ലാം കാണിച്ചിരിക്കുന്നത് stream lines ആണ്. So I have considered a portion of or element of a stream tube. You know what is a stream tube? എന്താ stream tube എന്ന് പറയുന്നത്? What is a stream tube? What do you mean by stream tube? Fluid mechanics പഠിച്ചതാ ഗൗതം. Collecting streamlines. ആരാണ്? Sir, Arun. Okay, Arun, tell me. There are collection of streamlines ആണോ? അതെ, bundle of streamlines ആണ് നമ്മൾ. If you have streamlines, if you have a bundle of streamlines, we can together consider them as a stream tube. So we have considered a portion or element of the stream tube. So we have defined a inlet section or entry section for that stream tube and exit section for the stream tube. So we have a element of stream tube of length ds. The inclination here given as theta will be horizontal, and let us say at the entry of the
control volume, we have the properties defined P, pressure, rho, density, velocity C, and let A be the area at that entry point, and exit of the control volume for that stream tube element, the pressure changes to P plus dP, density changes to rho plus d rho, velocity changes to C plus dc, and the area is now A plus B. So we have defined an element of control volume. Now let us write the equation of momentum for this elemental volume. How will you write the momentum equation? You apply the equation. Let's take the same equation. F body, already we have seen in the previous integral equation. F body plus F surface is equal to dou by dou t over the control volume rho c dV plus control surface, integral control surface 0 c into rho into c dA. Now again here the surface force means pressure force that you can compute here. See how it is computed. ഇവിടെ സർഫസ് എന്ന് പറയുന്നത് കൺട്രോൾ എലമെന്റ് നോക്കുക. നമ്മൾ എടുക്കുന്ന കൺട്രോൾ വോളിയം നോക്കുക. സർഫസ് എന്ന് പറയുന്നത് രണ്ട് എൻഡ് സർഫസ് ഉണ്ട്. എൻട്രിയുടെ ഈ രണ്ട് സർക്കിൾ എൻഡ് സർഫസസ് ഉണ്ട്. അത് കൂടാതെ ഇതിന്റെ ലാറ്ററൽ സർഫസ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് സർഫസ് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് PA. P into A, the pressure force acting on the end surface on the left side, either entry surface, then that minus and opposite direction, P plus dP into A plus dA. Opposite, either opposite face, end surface. Then the third term here represents the component of the pressure force in the direction of streamline. And this pressure force, lateral surface will act in the pressure force in the streamline direction of the component. We have this streamline like this. So, this surface will act in the force on the P into dA. And surface, end surface of the force on the lateral surface, the lateral surface acting pressure normal. The pressure will be normal to the surface. So this will have a component in this direction. This pressure force acting on this lateral surface will have a component in the direction of streamline. Component ആണ് മൂന്നാമത്തെ ടേം. അത് എടുത്തിരിക്കുന്നത് വെച്ചാൽ അത് കമ്പോണന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് എൻഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിന്റെ ആവറേജ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് PA ആണ് പ്ലസ് രണ്ടാമത്തെ സർഫസിൽ P പ്ലസ് dP into A plus dA. അതിന്റെ ആവറേജ് പ്രഷർ സോറി അതല്ല ആവറേജ് പ്രഷർ എടുക്കുന്നത് ഇനി വരത്തില്ലല്ലോ. Average pressure is P plus dP by 2. This pressure, average pressure into, if you project this lateral surface on a plane like this, then a normal if you project these lateral surfaces here, this area that area will be equal to dA. So this is what the final term. This is the component acting. So if you have this like this, so this area is A plus dA. Sorry, this area is A. So it is A plus dA. So if you have a vertical line like this, you project this. ഈ രണ്ട് ഏരിയ കിട്ടുന്നതാണ് അവിടെ എടുത്തേക്കുന്നത്. അപ്പോഴേക്ക് ഇത് A തന്നെ ആയിരിക്കും. ഇത് ടോട്ടൽ ഏരിയ പ്ലസ് ഡി ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ these two will be dA. ഇത് രണ്ടും സം ചെയ്താൽ കിട്ടുന്നത് dA ആയിരിക്കും. So that area is taken there. So that gives you the component of the pressure force acting on the lateral surfaces in the streamline direction.
So you substitute here and simplify. If you simplify it, you will get finally like this: F surface is equal to minus AdP minus dP by 2 into A. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ട്, അത് സ്മോളർ ക്വാണ്ടിറ്റിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ഡി പി ഇൻറ്റു ഡി എ, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വരുന്ന ടേംസ് എപ്പോഴും നെഗ്ലക്ട് ചെയ്യുക. കാരണം ബിക്കോസ് ഡി പി ഡി എ ദേ ആർ ഡിഫറൻഷ്യൽ quantities, the product of the differential quantities will be smaller than the individual quantities. So you can, when you simplify these equations, you can neglect those terms having the product of the smaller quantities. So finally you will get the surface force acting on the control volume as F surface is equal to minus A dP minus dP by 2 dA. Now let us compute the body force acting on the control volume. Body force is rho into then GS. GS means G no gravity force. The only body force what we consider here is gravity force, and GS is gravity force component in S direction. S no our streamline direction. Our direction gravity force component G S no that into dV. And how will you get GS? See this direction, this figure. ഈ ഇൻക്ലിനേഷൻ ഇതാണ് ജി എസ് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റി ഫോഴ്സ് ആണ് ജി എസ്. വാട്ട് വി നോ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ വെർട്ടിക്കൽ ഡയറക്ഷൻ വി ഹാവ് ജി. സോ ദാറ്റ് യു ക്യാൻ യൂസ് ടു ഫൈൻഡ് യുവർ ജി എസ് വാല്യൂ. ഈ ഇൻക്ലിനേഷൻ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ദിസ് ജി എസ് വിൽ ബി മൈനസ് ജി സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ. അവിടെ ആ ഫിഗറിൽ നിങ്ങൾ നോക്കിയോളൂ. So minus d sin theta, that will be d sin theta. Then dV will be a plus. Again, area എടുത്തിരിക്കുന്നത് ആവറേജ് ഏരിയ ആണ്. A plus dA by 2 എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് രണ്ട് എന്ത് സർഫസിന്റെ ഏരിയ A plus dA by 2 is the average area. ഇവിടത്തേക്കുന്നത് into ds. ds is length. Volume calculate ചെയ്യാനായിട്ട് average area into length of the element. What length of the control volume what we have considered. So average area into ds. So this is dV. Again g sin theta എന്ന് പറയുന്നത്, sorry, not g sin theta, ds sin theta. ഈ ഫിഗർ നോക്കുക. ഈ ഫിഗർ നോക്കിയാൽ we have this ds, this length is ds, this is dz, z direction ആണത്, this angle is theta. So we can say ds sin theta will be equal to d z. So that is what is done here. So the body force acting is now minus rho g a plus dA by 2 into dz. In ds sin theta dz ആയിട്ട് എഴുതിയിട്ടുണ്ട്. Now we will substitute body force. Body force നിങ്ങൾ ഇപ്പൊ കണ്ടത് സർഫസ് ഫോഴ്സ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കണ്ടത്. You substitute in the momentum equation, then you again simplify it. Will be getting like this. Then we can, if we assume steady flow assume ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ ടേം 0 ആയി. steady flow. If you assume steady flow, that means there is no time dependence on property. So dou by dou t, the first term on the right hand side will be 0. So for steady flow what we have is this equal to right hand side only one term we have, that is the net efflux of the momentum across the control surface. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നോക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ഇന്റഗ്രൽ കൺട്രോൾ സർഫസ് സി റോ സി ഡി എ, you can momentum difference ഇതാല okay.
Note the momentum see on the momentum leaving is a control of the density rho d rho out of the area a plus dA in the velocity c plus dc. So this is the rate of momentum which leaves that control volume. This minus what is the rate at which momentum, sorry, this into c plus dc. The mass area into c plus dc. Different the mass what is leaving the control volume. Continuity equation with rho plus d rho, a plus dA into c plus dc, that into c plus dc. So this is the momentum that leaves. This minus momentum entering is rho AC into c. So this is the momentum entering. Now we can further simplify this equation. By continuity equation, what you have is rho plus d rho, mass which is entering a plus dA into c plus dc is same as rho AC. Same as rho AC. Okay, this is another term same arc. We can replace RAC, sorry, rho AC. Then we substitute. But under term is same common idea. That into C plus DC minus C. So that will be C plus DC minus C. So that will be equal to rho C, rho A, C into DC. Rho A, rho C A into DC. So this is the net momentum flux out of the control volume. Rho C A DC. So you can do further substitution here. So minus A dP substitute here. That simplify here. Simplify here. Product of smaller quantities expand dA into dz to that time 0 neglect here. Otherwise, product terms in neglect here. Simplify here. Simplify here. You will be getting like this. Then again, you can do simplification by dividing rho A. So you will get this equation in this fashion. That you can rearrange to write like this or like this. So dP by rho plus dz plus d c square by 2 equal to 0. Equation adana. Can you remember this equation? Hello? Equation adana. Bernoulli's equation. Euler's equation. Euler's equation, right? So this is Euler's equation, what you are getting. So this, on further assumption, you can get your Bernoulli's equation. So if you integrate this, so this is the final momentum equation for the compressible flow. Compressible flow, very much rho is not a constant. So compressible flow, if you have compressible flow, you cannot assume that density is constant. So integrating this, you get integral dP by rho. Second time integrate into dz. Third time of d square by 2 equal to constant. So this forms the momentum for the compressible flow for the flow along a straight line. And if you have this incompressible flow assumption, rho becomes constant now. So rho is constant. So if rho is constant, integrating this, you will be getting your Bernoulli equation. So P by rho, dz plus d square by 2 is a constant. This is the Bernoulli equation for the incompressible flow. Now, let us move to the next conservation equation, which is conservation of energy. Conservation of energy, see first what we have defined here is the statement is the from the first law of thermodynamics. There is time rate of change of total energy of the system equal to rate of heat flow minus rate of work transfer. So dE by dt for the system. So this is defined for the system. Defined for control mass. So dE by dt for the system equal to rate of heat flow minus rate of work transfer. And this energy, total energy E, you can write as E as equal to integral E into dl. Where E is, you have this equation.
E equal to, what is this U? Internal energy. U എന്താണ്? U plus G square by 2 plus G square. This is the potential, this is kinetic, and this is, what is U? Total energy calculate ചെയ്യുന്നതിനാണ്. Specific energy ആണ് എഴുതിയിരിക്കുന്നത്. E is U plus G square by 2 plus Gz. So what is ഇത് രണ്ടും അറിയാം നിങ്ങൾക്ക്. What is U? First time എന്താണത്? നമ്മുടെ തെർമോഡൈനാമിക്സിൽ വരുമ്പോൾ H equal to U plus P എന്ന് എഴുതും. Internal energy. Right. So U plus G square by 2 plus G. So this is this total. If you sum up these three, you get the total specific energy, that into dm, elemental mass integrator. So this dm again you can write as rho into dv. So you can substitute now with system based equation into your Reynolds transport theorem to obtain the what control volume based equation. So control RTT equation extensive property n is E and the intensity property eta is n by m. Sorry, E by m. E by m is E. Specific energy. So you can substitute and write your RTT equation like this: dE by dt for the system equal to the time rate of change of that intensity property within the control volume. That is the first term on the right hand side. Dou by dou t of integral volume integral rho E dV. So this is your intensity property plus integral surface integral E rho C dot TA. So this is your intensity property. To have this equation now, further we can now again for the same, applying the same logic, the system and control volume initially are at the same place. So you can say the difference Q dot minus the difference between this rate of work transfer and heat transfer on the system is same as the difference between the rate of heat transfer and work transfer on the control volume. So you write conservation of energy now, Q dot minus W dot equal to. Now if the steady flow assumption is valid, first term is 0 out, steady flow assumption right hand side first term is 0 out. So you have this steady flow energy equation in integral form as equal to Q dot minus W equal to integral CS E rho CdA. In even work work defined normally we will consider the total work as equal to the shaft work and flow work. Shaft work is the shaft work whatever work is available in the shaft. And what is flow work here? Shaft work and flow work. The total work on the work done is sum of the shaft work and flow work. Shaft work already. But that flow work is hello? What is flow work? Hello? 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 Yes, sir. ഫ്ലൂയിഡിനെ മൂവ് ചെയ്യാൻ വേണ്ടി വർക്ക്. How will you compute it? So how the fluid is pushed? It is pushed by the forces acting on the end surface. Pressure forces are so it is being pushed through the region or pushed through the space. So the flow work is the work done by the surface forces, and the surface force what we consider here is pressure force when a fluid crosses the boundary of the control volume. So how we can compute it? The surface force is the work due to surface force, that is the flow work is equal to integrated of the control surface. Control surface P is the pressure force into CdA. Equation
ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. I have introduced the term rho and V. Rho എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, V എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ്. What is specific volume? Specific volume is 1 by rho. So rho into V എന്നുള്ള ഒരു ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. So that is actually rho into V. If you multiply, what you get is 1. So ആ ഇക്വേഷൻ എഫക്ട് ചെയ്യുന്നില്ല. So this work for flow work is equal to integral control surface pressure into rho into V into CdA. So you substitute here Q dot total work in the place la shaft work flow work equal to integral first term എന്തായാലും 0 ആയി, steady flow assumption ആണ്, control surface eta rho CdA. So you substitute the flow work here. The equation would substitute here. Substitute here, you can see these two terms you can combine. You work for the random combine here. So here, so this is what the flow work in the term order. This side is the left hand side is the right hand side of the window here. So you can combine these two common order. Rho CdA common ana. So you take E plus PV. So here E will remain in the bracket, and here PV will remain in the bracket. So E plus PV into rho CdA. Then we substitute for E. What is E? E is U plus E square by 2 GZ plus PV rho CdA. Now you can combine this U and PV here. So that is enthalpy. So finally what you have is Q dot minus shaft work equal to integral over the control surface H plus E square by 2 plus GZ into rho CdA. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, ഇത് ടോട്ടൽ എനർജി ആണ് H plus E square by 2 plus GZ. And what is this rho C into dA? This is the mass. Rho C into A എന്ന് പറയുന്നത് density into velocity into area. അപ്പോൾ അത് മാസ് dm ആണത്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ മാസ് കിട്ടും നമുക്ക്. അപ്പോൾ വാട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ ടേമിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ so Q dot rate of work heat flow minus shaft work equal to H2 plus C2 square. If we define a control volume with 1 and 2 as the entry and exit of that control volume, so that term integral control surface integral control surface H plus C square by 2 plus GZ is into rho CdA. So instead of the integral for the finite control volume, you can write as energy into mass ആണ്. അപ്പോൾ exit section ലെ H2 plus C2 square by 2 plus GZ2 into അവിടുത്തെ mass flow എന്ന് പറയുന്നത് rho 2 C2 into A2 minus H1 plus C1 square by 2 GZ1 into rho 1 C1 into A1. Or you can replace the total heat flow by into specific terms. Unit mass defined here. So Q dot minus WS. So these are defined for unit mass. You divide by rho by mass flow rate. Because rho 1 A1 C1 and rho 2 A2 C2 are equal. Rho 2 A2 C2 equal to rho 1 A1 C1. So you can divide throughout by mass flow rate. So get the Q dot minus WS as equal to H2 plus C2 square by 2 plus GZ2 minus H1 plus C1 square by 2 plus GZ1. Or you can combine the terms to get your final equation in this fashion. Q dot minus WS equal to H2 minus H1 plus C2 square minus C1 square by 2 plus G into Z2 minus H1. So this is the steady flow energy equation. ഇതൊക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സിലും ഫ്ലൂയിഡ് മെക്കാനിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ്. So this Q dot minus WS equal to H2 minus H1 plus C2 square minus C1 square by 2 plus, so this is your steady flow energy equation. Further you can simplify it by assuming that the flow is adiabatic. Adiabatic ആണ് എന്താണ്? Adiabatic flow ആണ് കൺസിഡർ ചെയ്യുന്നത് എന്താണ് പ്രത്യേകത? Q0 ആവും. Suppose adiabatic flow and also assume that there is no shaft flow. നമ്മൾ ഒരു nozzle flow എടുക്കുകയാണ്, അല്ലാതെ അങ്ങനെ ഡിവൈസസ് ഒന്നുമില്ല. Suppose the fluid is passing through a passage, so there is no shaft work also. So if you assume that the flow is adiabatic and the shaft work is absent, you can write
the equation as h2 minus h1 plus e2 square minus e1 square by 2 plus bz2 minus z1 equal to 0. So this is how the final equation is given. And one more is there. But on the bottom, keep it at the bottom. We have the momentum equation differential formula derive. Similarly, you can obtain the energy equation in differential form. So that is considered differential control volume of length dx is considered, and a control volume in the inlet properties of h, enthalpy h, temperature T, and velocity c. At the exit of that control volume, enthalpy h plus dx, temperature T plus dt, and velocity c plus dt. So you substitute write the energy equation for this. Steady flow energy equation. We assume that there is no shaft work. So on the left hand side we have dq equal to h plus dx plus c plus dc square by 2. And again, one more assumption you can make. We assume that both inlet and exit are at the same elevation. There is no elevation difference. That is z1 and z2. It is 1 and 2. Let us assume that both inlet and exit are at the same elevation, so that there is no potential head term in that final equation. So h plus dx plus with the enthalpy term, the kinetic energy term, potential energy term negative because we assume that both inlet and exit are at the same elevation. This minus inlet plus h plus c square by 2. You simplify this again. By simplifying, you neglect the terms coming with products of smaller quantities. So simplify. If you simplify it, you will get that dq as equal to dx plus cdc. So enthalpy enthalpy you can write cp into t. So you can write dh as equal to cp into dt. So dq equal to cp into dt plus cdc. So this is the final steady flow energy equation in differential form. Again, if you assume that the flow is adiabatic, then dq will be equal to 0. So for adiabatic flow condition, the differential form of the energy equation becomes dt cp dt. So cp dt, right? So cp dt, what is the connection with the cp dt plus cdc equal to 0. So this is how the energy equation in differential form is obtained. Okay. So now I'm stopping. Any doubts or comments? Otherwise, I'm stopping. Hello. Hello. Yes, sir. സാർ ഭയങ്കര സ്പീഡാണ്. സ്പീഡ് തീർക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ്. ഈ കാരണം വെച്ചാൽ ഇതിപ്പോ നമ്മള് പരസ്പരം കണ്ടക്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് ബോർഡിൽ എനിക്ക് ചെയ്യാം, നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇക്വേഷൻസ് അത് അല്ലാതെ ഈ ഒരു രീതിയിൽ അല്ലാതെ മുമ്പോട്ട് പോകത്തില്ല. കാരണം നിങ്ങളുടെ റെസ്പോൺസ് കിട്ടണ്ടേ എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടപെടാം, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. സ്പീഡാണെന്ന് എനിക്കറിയാം, കാരണം ഒരു പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നതാണ്. മാത്രമല്ല ഇത് സ്പീഡിൽ പോകുന്നതിന്റെ വേറെ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കൺസർവേഷൻ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതെന്നുള്ള അസംഷനിലാണ് ഇത് അധികം സ്ട്രെസ് കൊടുക്കാതെ പോകുന്നത്. പക്ഷെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് കൺസർവേഷൻ വരെ നമുക്ക് കംപ്രസിബിൾ ഫ്ലോ ആകുമ്പോൾ ആ ഇക്വേഷൻസിനെ കംപ്രസിബിൾ ഫ്ലോ ഇക്വേഷൻസ് ആയിട്ട് കാണിക്കണം. അത്രേ ഉള്ളൂ നമുക്ക് വരും. നിങ്ങൾ ഇൻകംപ്രസിബിൾ ഫ്ലോ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ആ ഡെറിവേഷൻസ് ആദ്യത്തെ കുറെ എല്ലാം സെയിം. അവസാനത്തെ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ആയിട്ടൊന്നല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഇത് വന്നിട്ടുണ്ട്, വർക്കിന്റെ ഇതെല്ലാം വന്നിട്ടുണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അല്ല? ഓക്കെ സാർ. ഓക്കെ.